Hello friends, welcome to the channel. We will unboxing our Samsung SSD, external SSD or portable SSD. T7 touch model ആണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇത് ആക്ച്വലി എന്താച്ചാ നമുക്ക് ഇതിൽ ഫിംഗർ പ്രിന്റ് ഉണ്ട് അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത് നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ച് ഒരു ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റും പിന്നെ ഇവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് പാസ്വേഡ് വെച്ചിട്ടും ലോക്ക് ചെയ്യാം അതിന് പുറമെ എക്സ്ട്രാ ഫിംഗർ പ്രിന്റ് നമുക്ക് ഈ മോഡൽ ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത് 1TB മോഡലാണ് ഓൾമോസ്റ്റ് ഇതിന്റെ പ്രൈസ് 12000 വരുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ താല്പര്യമുള്ള ഡയറക്റ്റ് പോയിട്ട് നോക്കി നോക്കാം MRP 29000 കൊടുത്തേക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് അതിന്റെ പകുതിയൊക്കെ price വരുന്നുണ്ട് 1TB ഉണ്ട് 512GB ഉണ്ട് 512GB ഞാൻ നല്ല കമ്മിയില്ല എന്ന് വെച്ചാൽ അതിന് 8000 സംതിങ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നഷ്ടമാണ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പകുതി സൈസ് കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ 1TB ആകുമ്പോൾ നമുക്ക് ഒരു 4000 കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 512 കൂടി എക്സ്ട്രാ കിട്ടും പിന്നെ ഭയങ്കര സ്ലിം സംഭവങ്ങളൊക്കെയാണ് ഞാൻ ആക്ച്വലി അത് ഓപ്പൺ ചെയ്ത സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണാം അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് പേജാണ് കേട്ടോ നമ്മൾ അതിലും വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയറി ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബോക്സ് സാംസങ്ങിൻ്റെ സാംസങ് പോർട്ടബിൾ SSD T7 ടച്ച് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വിൻഡോസ് മാക് ആൻഡ്രോയിഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇതിന് ആക്ച്വലി നമുക്ക് ടച്ച് ഫിംഗർ പ്രിൻറ്റ് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ ടച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെൻറ്ററിൽ അതിൻ്റെ സംഭവമാണ് ബ്ലാക്ക് കളറാണ് എന്തായാലും നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് അഡ്വാൻസ് പെർഫോമൻസ് അപ് ടു 1050 MB/s റീഡ് സ്പീഡ് ആൻഡ് 1000 MB/s റൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് 3.2 Gen 2 ആണ് അതിൻ്റെ പോർട്ട് വരുന്നത് ചെറുതായിട്ടൊന്ന് ഔട്ട് ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ ഇമോഷണൽ ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട് മോഷൻ LED ടു ഷോ പ്രൊഡക്റ്റ് സ്റ്റാറ്റസ് അവിടെ ലൈറ്റ് എത്തില്ല നമുക്ക് അത് കട്ട സ്ഥലത്തിൽ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റൽ ബോഡിയാണ് സെക്യൂരിറ്റി വരുന്ന ഓപ്ഷണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ വിത്ത് സോഫ്റ്റ്വെയർ വരുന്നുണ്ട് നമുക്ക് പാസ്വേഡ് ആൻഡ് ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നൈസേഷൻ വരുന്നുണ്ട് AES 252-bit ഹാർഡ്വെയർ എൻക്രിപ്ഷൻ ആണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ MRP കൊടുത്തത് 28000 സംതിങ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് ബൈയിങ് പ്രൈസ് ആക്ച്വലി വരുന്നത് 12000 രൂപയാണ് ആമസോണിൽ നമ്മൾ വാങ്ങിച്ചാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം 1TBയുടെ സംഭവമാണ് കേട്ടത് 2TBന് ഇതിൻ്റെ ഡബിൾ പ്രൈസ് വരും 1000GB ആണിത് പോർട്ടബിൾ SSD T7 ടച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 year ലിമിറ്റഡ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ബോക്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വൈറ്റ് ബോക്സാണ് സാംസങ് എഴുതിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഒരു കുട്ടി SSD മെറ്റലാണ് അവിടെ വെച്ച് ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ അക്സസറീസൊക്കെ ആയിട്ട് അടിയിൽ വേറൊരു ബോക്സ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ തുറക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആ ബോക്സ് എടുത്തു ഈ ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് 2 കേബിൾ കിട്ടുന്നുണ്ട് ഓൾറെഡി നമ്മൾ പടം കാണിച്ചിട്ടുണ്ട് നമുക്ക് ഒരു Type-C to Type-Cയും ഒരു Type-C to Type-A നമുക്ക് വരുന്നുണ്ട് കേട്ടോ കേബിള് പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ അതുപോലെ തന്നെ അതിൻ്റെ വാറണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് വാറണ്ടി സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു വലിയ ബുക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ SSD വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫിംഗർ പ്രിൻറ്റിൽ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് ഈ സൈഡിലായിട്ട് സാംസങ് പോർട്ടബിൾ SSD T7 ടച്ച് അതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭയങ്കര സ്ലിമ്മാണ് ഉണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അത്രയുള്ള സംഭവം ഉണ്ടോ കൊള്ളാം നമുക്ക് എന്തായാലും നമുക്ക് ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡും റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം അവിടെ നമുക്ക് Type-C പോർട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ SSD നമുക്ക് കമ്പ്യൂട്ടറിൽ കുത്തി നോക്കി നോക്കാം ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ മാക്കിലല്ല കാണിച്ചിരുന്നത് കേട്ടോ നമ്മുടെ നോർമൽ വിൻഡോസിലാണ് കാണിച്ചിരുന്നത് ഇത് നമ്മുടെ AMD Ryzen 5 വരുന്നൊരു PC ഡെസ്ക്ടോപ്പ് PC ആണ് നമുക്കിതിൽ ഞാൻ ആക്ച്വലി ഒരു 512GB SSD ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിന്ന് SSD എന്നല്ല നമുക്കിപ്പോൾ SSD നമ്മൾ കോപ്പി ചെയ്യാൻ പോകണം കേട്ടോ നമ്മുടെ ഇതിലുള്ള ഇൻബിൽഡിൻ്റെ ക്രൂഷ്യലിൻ്റെ SSD നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ SSDക്ക് കോപ്പി ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ കേബിൾ ഞാൻ എവിടെ വെച്ചല്ലോ അപ്പോൾ കേബിൾ എടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതാണ് കേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ 3 പോർട്ടിലേക്ക് ഞാൻ കുത്തുകയാണ് കേബിൾ ഞാൻ കുത്തി ഇനി നമ്മുടെ സാംസങ്ങിലേക്ക് കുത്താട്ടോ അപ്പോൾ ഇതിൽ LED സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതാണ് LED കാണുന്നത് കണ്ടോ അതിഭംഗിയുള്ള LED സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെനിക്ക് ഇതിൽ ആക്ച്വലി നമ്മുടെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചു
ഇതുകൊണ്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കട്ടോ. നമുക്കിതിൻ്റെ ഡൗൺലോഡ് അല്ല അപ്ലോഡ്. ഞാൻ ഈ ഒരു ഫയൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൈസ് വരുന്നത് എല്ലാം കൂടി 40 GB ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തു, ഇത് കട്ട് ചെയ്തു. ഇതവിടെ കാണിച്ചിട്ടുണ്ട് T7 ടച്ച് ആയിട്ട് വന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇത് അതിൻ്റെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കുന്നില്ല, ഞാൻ കോപ്പി കൊടുത്തു. ഇതിൽ നമുക്ക് സ്പീഡ് കിട്ടുന്നത് 175 ഒക്കെയാണ്, 178 175 സ്പീഡൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഒന്നുകൂടി ഞാൻ നമ്മുടെ ഇതാ കണ്ടോ, ഇങ്ങനെ എത്രയാണ് സ്പീഡ് കിട്ടുന്നത്. അവർ പറയണ 1000 GB ഒന്നും കിട്ടുന്നില്ല. ഇതാ കണ്ടോ, 170 Mbps ഒക്കെയാണ് കിട്ടുന്നത്. കുറവാണെന്ന് ചോദിച്ചാൽ കുറവെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൂടുതലാണെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ SSD തന്നെയാണ് കോപ്പി, SSD to SSD തന്നെ കോപ്പി ചെയ്യുന്നത്. അതും USB 3 തന്നെയാണ് കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയില്ല. നമുക്കിനി വേണമെങ്കിൽ നമുക്കിനി മാക്കിൽ കൂടി നോക്കി നോക്കണം സ്പീഡ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇതാണ് എൻ്റെ പെർഫോമൻസ്, നോർമൽ പെർഫോമൻസ് വരുന്നത്. ഭയങ്കര കുറവൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ടച്ച് കൺട്രോൾ സംഭവങ്ങളൊക്കെ, ഫിംഗർ പ്രിൻറ്റ് ലോക്ക്, അതുപോലെ സോഫ്റ്റ്വെയറിൽ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ സംഭവം ഇതിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫോക്കസ് ആവാത്ത. ഇത് കണ്ടു, നമ്മൾ LED ചേഞ്ച് ആവാണ്ടോ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ LED കത്തുമ്പോൾ, അല്ലെങ്കിൽ ഫുൾ ടൈം ഓണായിട്ട് ഇങ്ങനെ കത്തുമ്പോൾ, അങ്ങനത്തെ ടൈപ്പൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ഫിംഗർ പ്രിൻറ്റ് ലോക്കും പാസ്വേഡ് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയറാണ് നമുക്ക് ഇവിടെ ഓൾറെഡി ഇൻബിൽഡ് വന്നേക്കുന്നത്. വിൻഡോസ് ആണെങ്കിൽ ഇതിന് ഓൾറെഡി ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെറ്റപ്പ് ചെയ്താൽ മതി. മാക്കിലാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ M1 ചിപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതിയിട്ടാണ്. പിന്നെ നോർമൽ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ സെറ്റപ്പ് ചെയ്താൽ മതി. വേറെ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.